സൂപ്പർ ട്വിസ്റ്റ്. ആടി നിന്നിരുന്ന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിയമനിർമ്മാണം വേണമെന്ന കോൺഗ്രസ് കേരള ഘടകത്തിന്റെ നിലപാടിനെ പിന്തുണച്ച് കേന്ദ്ര നേതൃത്വം വിശ്വാസവും ആചാരവും മാറ്റി നിർത്താനാവില്ലെന്നും നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായും കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ആചാരവും വികാരവും പരിഗണിക്കണം. കേരളത്തിലെ അക്രമങ്ങളിൽ ആശങ്കയുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. CPM-ഉം BJP-യും ബോംബേർ നടത്തുന്നു. സംസ്ഥാന സർക്കാർ മസിൽ പവർ കാണിക്കുകയാണ്. മോദി സർക്കാർ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണെന്നും സുർജേവാല പറയുന്നു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരായാണ് ദേശീയ നേതൃത്വം എന്ന വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ UDF MP-മാർ കറുത്ത ബാഡ്ജണിഞ്ഞ് പാർലമെന്റിലെത്തിയത് സോണിയാഗാന്ധി വിലക്കിയെന്നും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് പാർലമെന്റിൽ ഉയർന്ന പ്രതികരണങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ കഴിഞ്ഞതെന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത്തരം വാർത്തകളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് സുപ്രധാനമായ ഒരു നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വന്ന അന്നു മുതൽ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ ആദ്യഘട്ടത്തിൽ കൃത്യമായ നിലപാടെടുക്കാതെ ഉഴലുകയായിരുന്നു. പിന്നീട് വിശ്വാസ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ യുവതീ പ്രവേശനത്തിന് എതിരാണെന്ന് മനസ്സിലാക്കിയ UDF ശക്തമായി വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചു. BJP-യും സംഘപരിവാർ സംഘടനകളും വിശ്വാസ സമരത്തിന്റെ മുൻനിരയിൽ കത്തിപ്പടർന്നപ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ നിർജീവമായിരുന്നു. വിശ്വാസ സമരത്തിന്റെ വികാരം മനസ്സിലാക്കിയ കോൺഗ്രസും UDF-ഉം തുടർന്ന് പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കുകയും സജീവമാകുവാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര നേതൃത്വം വിലക്കുന്നുവെന്ന വാർത്തകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നിലപാട് യുവതീ പ്രവേശനത്തിനൊപ്പമായിരുന്നു. സ്ത്രീ അവകാശം, സ്ത്രീ തുല്യതയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ദേശീയ വിഷയമായി ശബരിമലയെ കാണുമ്പോൾ ശബരിമല യുവതീ പ്രവേശനം എന്നത് ഒരു സ്ത്രീ തുല്യതയുടെ പ്രശ്നമായി മാറിയിരുന്നു. അത്തരമൊരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നില്ല. മാത്രവുമല്ല, സോണിയാഗാന്ധിയും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് ഒരു ശക്തമായ പിന്തുണ നൽകിയില്ല. കേന്ദ്ര നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഘടകവും UDF-ഉം വിശ്വാസികൾക്ക് അനുകൂലമായ സമരപരിപാടികളിൽ ഇതുവരെ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ കോൺഗ്രസിനും UDF-നും വിശ്വാസികൾക്കും ആവേശം പകരുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വൈകിയ വേളയിലാണെങ്കിലും കോൺഗ്രസിന്റെ ഇത്തരമൊരു നിലപാട് വിശ്വാസ സമരത്തെ ആളിക്കത്തിക്കുവാൻ കേരളത്തിൽ ഉപകരിക്കും. ഇപ്പോൾ BJP-യും സംഘപരിവാർ സംഘടനകളും നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ സമരത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദം കൂടി കിട്ടുന്നതോടുകൂടി UDF-ഉം കോൺഗ്രസും സമരങ്ങളുടെ മുൻനിരയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ശബരിമല വിഷയം തിളയ്ക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ഇന്ന് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിനാണ് കേരളത്തിലെ BJP പ്രവർത്തകരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നതെന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പ്രസ്താവന വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 5500 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സ്മൃതി ഇറാനി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. മുരളീധരൻ MP-യുടെ വീടിന് നേരെ നടന്ന ബോംബാക്രമണത്തെ അപലപിക്കുന്നതായും ഭരണഘടനയുടെ പരിധിയിൽ നിന്ന് ചുട്ട മറുപടി നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 1800 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലായ 5400 പേരിൽ 4666 പേർ സ്റ്റേഷൻ ജാമ്യത്തിലും കോടതി ജാമ്യത്തിലുമായി പുറത്തിറങ്ങി. 731 പേർ റിമാൻഡിലാണ്. ഇത്രയേറെ സംഘർഷഭരിതമായ ബഹുജന പിന്തുണയോടുകൂടിയ വിശ്വാസി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനും UDF-നും അത് വലിയ ക്ഷീണമാകുമെന്ന് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാരും ഇത്തരമൊരു ആവശ്യവുമായി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും സമീപിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വം ഇക്കാര്യം സജീവമായി പരിഗണിക്കുകയും വളരെ വിശദമായി പഠിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടി വിശ്വാസ സമരത്തിന്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ ശബരിമല വിഷയം വീണ്ടും കത്തുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.